ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. റൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി കൊമേഴ്സാണ് നമുക്ക് പറയാനുള്ളത്. കൊമേഴ്സിന് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ട്രേഡ് ആൻഡ് ഓക്സിലറി ടു ട്രേഡ്. ദെൻ ട്രേഡിനെ ഇൻറ്റേർണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ട്രേഡിൽ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും, എക്സ്റ്റേണൽ ട്രേഡിനെ ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് എൻ്റർപോർട്ട് എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്സിലറി ടു ട്രേഡിനെ ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, അഡ്വർടൈസിങ് എന്നിങ്ങനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കൊമേഴ്സ്? കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അറിയാവുന്നോ? കൊമേഴ്സ് എന്ന് പറയുന്നത് refers to all those activities which are concerned with the transfer of goods and services from the producers to the consumers. To embraces also all those activities which are necessary to maintaining free flow of goods and services. ഒരു ഉൽപ്പാദകരിൽ നിന്ന്, അതായത് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് നമ്മുടെ കസ്റ്റമറിലേക്ക് സാധനങ്ങളും സേവനങ്ങളും സ്വതന്ത്രമായി ഒഴുക്ക് സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറിലേക്ക് ഒരു കസ്റ്റമറിലേക്ക് സാധനങ്ങൾ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് സ്വതന്ത്രമായി എത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് ട്രേഡ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ വാങ്ങലും അതുപോലെ അതിൻ്റെ കച്ചവടം, കൊടുക്കൽ വാങ്ങലിൻ്റെ കച്ചവടമാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് എന്ന് പറയുന്നത്. അത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു പ്രവർത്തനം മാത്രമാണ് എന്ത്? കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്: ഇൻറ്റേർണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ട്രേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത് ടേക്ക് പ്ലേസസ് വിത്തിൻ ദ കൺട്രി. ഇൻറ്റേർണൽ ട്രേഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറി. ഒരു രാജ്യത്തിനകത്ത് തന്നെ നമ്മൾ കച്ചവടം നടത്തുന്നതിനെയാണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ട്രേഡ് മേ ബി ടു ടൈപ്സ്: ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. Wholesale trade means buying and selling of goods in a large quantity. A wholesaler buys goods in a large quantity from the producers and sell them to other dealers. He serves as a connecting link between the producers and retailers. Wholesale ട്രേഡ് എന്ന് പറഞ്ഞാൽ മൊത്ത വ്യാപാരം. ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വാങ്ങിച്ച് വിൽപ്പന നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊത്ത വ്യാപാരം, അതായത് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ വ്യാപാരം. ചെറിയ തോതിൽ സാധനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന പ്രവർത്തനമാണ് എന്ത്? ചില്ലറ വ്യാപാരം. അതായത് ബൈയിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റിലേറ്റീവ്ലി സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് സെല്ലിംഗ് ദം ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അതിനാവശ്യമായ കറക്റ്റ് കൺസ്യൂമേഴ്സിന് ഗുഡ്സ് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് റീറ്റെയിൽ ട്രേഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡ് പറഞ്ഞു, ഇനി എക്സ്റ്റേണൽ ട്രേഡ്. ട്രേഡ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്. എക്സ്റ്റേണൽ ട്രേഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറി. എക്സ്റ്റേണൽ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ടോ അതിൽ കൂടുതലോ രാജ്യങ്ങൾക്കിടയിൽ വ്യക്തികളോ സംഘടനകളോ നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വിനിമയമാണ് വിദേശ വ്യാപാരം എന്ന് പറയുന്നത്. ഇതിൽ നെക്സ്റ്റ് വണ്ണാണ്
import trade. If goods are purchased from another country, is called import trade. മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് ഇറക്കുമതി, അതായത് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുവൈത്തിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്, നമ്മൾ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് വൺ, എക്സ്പോർട്ട് ട്രേഡ്. ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ടു അതർ കൺട്രീസ് ഈസ് കാൾഡ് എക്സ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രോസസ്സ്. ഇന്ത്യ ജപ്പാനിലേക്ക് ഇരുമ്പിൻ്റെ അയിര് വിൽക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നെക്സ്റ്റ് ആണ് എൻ്റർപോർട്ട്. എൻ്റർപോർട്ട് എന്ന് പറഞ്ഞാൽ വേർ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. മറ്റു രാജ്യത്തിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് എന്തെന്ന്, കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഇറക്കുമതി, ഇൻട്രാപോർട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ, ഓക്സിലറി ടു ട്രേഡ്. ഓക്സിലറി ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ആൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഹെൽപ്സ് ഇൻ റിമൂവിങ് വേരിയസ് ഹിൻഡ്രൻസസ് which arises in connection with the production and distribution of goods are called auxiliary to trade. An overview of these activities given below. ഓക്സിലറി ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അനുബന്ധ പ്രവർത്തനങ്ങളെയാണ് ഓക്സിലറി ടു ട്രേഡ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ സുഗമമായി നടക്കുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓക്സിലറി ടു ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിലും വിതരണത്തിലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഫസ്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ടേക്സ് പ്ലേസസ് അറ്റ് വൺ പ്ലേസ് whereas these are demanded in different parts of the other countries. The obstacles of places removed by the transportation. സാധനങ്ങൾ ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗതാഗതം. അതുപോലെ തന്നെ നമുക്ക് റോ മെറ്റീരിയൽസൊക്കെ ഫാക്ടറികളിലേക്കും അതുപോലെ പ്രൊഡക്ട്സുകളെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിനും ഈ ഗതാഗതത്തിലൂടെ സഹായിക്കും. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷനും. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് തമ്മിലുള്ള ആശയം, പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് തടസ്സങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. ഒരു ബിസിനസ് നീഡ്സ് ഫണ്ട്സ് ഫോർ അക്വയറിംഗ് അസറ്റ്സ്, പർച്ചേസിംഗ് റോ മെറ്റീരിയൽ ആൻഡ് മീറ്റിംഗ് അതർ എക്സ്പെൻസസ്. വ്യാപാരത്തിന് ആവശ്യമായ സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ക്യാഷായിട്ടും ക്രെഡിറ്റായിട്ടും അതുപോലെ ടേം ലോണുകളായിട്ടും ഓവർ ഡ്രാഫ്റ്റുകളായിട്ടും ഡിസ്കൗണ്ടിങ്ങും ബില്ലിങ്ങും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ് ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻഷുറൻസ്. ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് it provide a cover against the loss of goods, the process of translate, storage, theft, fire and other natural calamities. വ്യാപാരത്തിലുണ്ടാകുന്ന നഷ്ടസാധ്യതകളെയും അതിനെക്കുറിച്ചുള്ള ആശങ്കകളെയും ഇൻഷുറൻസ് കമ്പനികൾ ഇല്ലാതെയാക്കുന്നു എന്നതാണ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം അഗ്നിബാധ, മോഷണം, അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വെയർഹൗസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം ഒരു ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത് വരെ ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ട് വരും. അപ്പം അതുവരെ എടുത്തു വെക്കാൻ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള സൗകര്യം വെയർഹൗസിങ്ങിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് വെയർഹൗസിംഗ്. ഇൻ നെക്സ്റ്റ് വൺ അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ നോളജ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന് എത്തിക്കുക എന്നതാണ് അഡ്വർടൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും ഉപഭോക്താക്കൾക്ക്, അതായത് കസ്റ്റമേഴ്സിന് കൃത്യമായ അറിവ് പകരുന്നവയാണ് പരസ്യങ്ങൾ. ഇങ്ങനെ പരസ്യങ്ങളിലൂടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും വിൽപ്പനയെക്കുറിച്ചുള്ള കാര്യങ്ങളും മാർക്കറ്റിൽ ലഭ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്ലിയറായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയറായല്ലോ. ഇത്രയുള്ളൂ നമുക്ക് കൊമേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക. താഴെ കാണുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.